നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരം അതിനിർണായകമായ പോരാട്ടമാണ്. ഡബിൾ ഹെഡറാണ്. ആദ്യത്തെ കളിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. 3:30 ധരംശാലയിൽ PBKS RCB തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒറ്റ വിജയം മതി RCBക്ക് IPL പ്ലേ ഓഫ് ഉറപ്പിക്കാൻ, ക്വാളിഫൈ ചെയ്യാൻ. PBKSനോ അവർക്ക് ആ ഹോപ്പ് നിലനിർത്തണമെങ്കിൽ ഇന്ന് വിജയം ആവശ്യമാണ്. PBKS IPL അവസാനത്തെ 4-5 കളികളായിട്ട് തുടരെ പരാജയപ്പെട്ടുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് അപരാജിതരായി കുതിച്ചിടത്ത് നിന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ നിൽപ്പാണ്. PBKSന് പറ്റിയതെന്ത്, വീഴ്ചയെന്ത്, നമ്മൾ വേറെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്കതാവാം. പക്ഷേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. അവർ ഇതവണ ആദ്യം പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ടീമാകും. അതാണ് അറിയേണ്ടത്. ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴും ഉള്ളത്. ഇന്ന് ജയിച്ചാൽ പ്ലേ ഓഫ് അവർ ഒഫീഷ്യലായിട്ട് ഉറപ്പിക്കും. ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബബിൾ 12 നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ RCBക്ക് ഇപ്പോഴും ഫിൽ സാൾട്ട് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഇതിങ്ങനെ പച്ചക്കള്ളങ്ങൾ, പുതിയ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുന്ന കുറേ ആളുകളുണ്ട്. ഒരു തരത്തിലുള്ള വിവരം അവർക്കില്ല. ഇത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വിശ്വാസയോഗ്യമായ സോഴ്സുകളെങ്കിലും പരതിയിട്ട് വാർത്തയുണ്ട്. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു വിടുന്ന കുറേ ആളുകളുണ്ട്. ഫിൽസാൾട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ഫിൽസാൾട്ട് ഇതുവരെ UK നിന്നും മടങ്ങിയെത്തിയിട്ടില്ല. അതാണ് കൃത്യമായിട്ടുള്ള വിവരം. അദ്ദേഹം ഇനിയിപ്പോൾ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾക്കുണ്ടാവില്ലെന്നും പ്ലേ ഓഫ് ആകുമ്പോഴേക്കും എത്തിയേക്കുമെന്നാണ് RCB വിശ്വസിക്കുന്നത്. ഏതാണ് ESPN ക്രിക്കിൻഫോയും ക്രിക്ബസും ഒക്കെ അടങ്ങുന്ന സുപ്രധാന ക്രിക്കറ്റ് പോർട്ടലുകൾ പറയുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ വിവരം? ഫിൽസാൾട്ട് എത്തി, ട്രെയിനിങ്ങിന് തൊട്ടരികിലാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചങ്ങ് വിടുകയാണ്, വെറുതെ ഫാൻസിനെ പറ്റിക്കാനായിട്ട്. ഏതായാലും കൃത്യമായ സോഴ്സിൽ നിന്നുള്ള വിവരം, ഫിൽസാൾട്ട് RCB ഓപ്പണർ ഫിൽസാൾട്ട് is still not back in India since flying home earlier this month to get his finger checked. അപ്പോൾ അദ്ദേഹം പരിക്ക് കാരണം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കളിക്കില്ല. അതിനർത്ഥം ജേക്കബ് ബെത്തൽ തുടരും വിരാട് കോഹ്ലിക്കൊപ്പം ഓപ്പണറായിട്ട്. ബെത്തൽ അത്ര മികച്ച ഫോമിലല്ല എന്നുള്ളതാണ് ഒരു ആശങ്ക RCBക്കുള്ളത്. എന്തായാലും അവരുടെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ ജേക്കബ് ബെത്തൽ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, രജത് പട്ടീദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, വെങ്കിടേഷ് അയ്യർ അല്ലെങ്കിൽ റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡഫി അല്ലെങ്കിൽ സുയാഷ് ശർമ്മ, ജോഷ് ഹേസൽവുഡ്, റഷീഖ് സലാം. ഈ കോമ്പിനേഷൻ നമ്മൾ കഴിഞ്ഞ കളിയിലും ഡിസ്കസ് ചെയ്തതാണ്. അതായത് വെങ്കിടേഷ് അയ്യർ കളിക്കുകയാണെങ്കിൽ ജേക്കബ് ഡഫിയെ കളിപ്പിക്കാൻ പറ്റും. അല്ല, റൊമാരിയോ ഷെഫേർഡാണ് കളിക്കുന്നതെങ്കിൽ ജേക്കബ് ഡഫിയെ പിന്നെ കളിപ്പിക്കാൻ പറ്റില്ല, സുയാഷ് ശർമ്മ ഇറക്കേണ്ടി വരും. PBKSൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ PBKS അസ്മത്തുള്ള ഒമർസായിയെ കൊണ്ടുവന്നു കഴിഞ്ഞ കളിയിൽ. അദ്ദേഹം 17 പന്തിൽ നിന്ന് 38 റൺസ് അടിച്ചു, 2 വിക്കറ്റ് എടുത്തു. സോ അപ്പോൾ അത് വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഒരു മാറ്റം സ്റ്റോയിനിസിന് പകരം അസ്മത്തിനെ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിലാണ് വലിയ രൂപത്തിൽ ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടത്. അതുപോലെ തന്നെ അവരുടെ ന്യൂ ബോൾ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു റിലയബിൾ ആയിട്ടുള്ള ന്യൂ ബോൾ ബൗളേഴ്സ് ഉണ്ടോ, അതിന് ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ട്. എന്തായാലും PBKSൻ്റെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ പ്രിയാൻ ഷാരിയ, പ്രഭ്സിമ്രാൻ സിംഗ്, കൂപ്പർ കനോലി, ശ്രേയസ് അയ്യർ, ശശാങ്ക് സിംഗ്, സൂര്യാൻ ഷെഡ്ഗെ, മാർക്കസ് സ്റ്റോയിനിസോ അല്ലെങ്കിൽ അസ്മത്തുള്ള ഒമർസായിയോ. അസ്മത്ത് കളിക്കാൻ സാധ്യതയുണ്ട്. ദെൻ മാർക്കോ യെൻസൻ, സാവേർ ബാട്ട്ലറ്റ് അല്ലെങ്കിൽ ബെൻ ഡോർഷീസ്, ദെൻ അർഷ്ദീപ് സിംഗ്, വൈശാഖ് വിജയ്കുമാർ, യശ്വന്ത് ചാഹൽ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രണ്ട് ടീമിനും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് RCBക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനല്ല, പ്ലേ ഓഫ് അങ്ങ് 100% ഉറപ്പിക്കാനും PBKSന് അവരുടെ സാധ്യത നിലനിർത്താനും ആവശ്യമുള്ള കളിയായതുകൊണ്ട് ഒരു തീപ്പൊരി പോരാട്ടം പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.